ഹലോ, നമ്മുടെ ചാനൽ നമ്മൾ കുറേ നാളായല്ലേ എന്തെങ്കിലും ആർട്ട്പരമായിട്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ട്. ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ മടിയായിട്ടല്ല, ബിസി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. ബിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റിങ്ങും മറ്റ് എക്സാമും കാര്യങ്ങളുമായിട്ടൊക്കെ കുറച്ചധികം ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ്. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആർട്ടിൻ്റെയും ക്രാഫ്റ്റിൻ്റെയും ഒക്കെ ചെയ്യുന്ന കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയുന്നു. അതാണ് നമ്മൾ ഈ ഒരു ജേണലിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജേണലിംഗ് ബുക്കിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറിക്കകത്തോ ഒരു ഫ്രഷ് പേജ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാം, ലൈക്ക് കാലിഗ്രഫിയിൽ എഴുതാം, പേഴ്സി റൈറ്റിംഗിൽ എഴുതാം, എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും എഴുതാം. എന്നിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് എന്ന് എഴുതുക. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന സബ് ഹെഡിംഗ് ആയിട്ട് നമ്മൾ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറഞ്ഞ് എഴുതുക. നമ്മൾ എന്തിനാണ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നതെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള 3-5 കളേഴ്സ് വെച്ചിട്ട് അത്യാവശ്യം ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്ക് ലൈൻസ് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൈലൈറ്റിംഗ് മാർക്കേഴ്സ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരയ്ക്കുന്നത് അങ്ങനത്തെ ഹൈലൈറ്റിംഗ് മാർക്കേഴ്സ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്തെല്ലാം കാര്യത്തിനാണ് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഓരോ കോളത്തിലും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് കോളത്തിൽ എഴുതി കൊടുക്കുന്നത് മൈ പാരൻസ് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്ത് കാര്യം വന്നാലും അവർ എവിടെയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആരെങ്കിലും എന്നെ പറ്റി എന്ത് പറഞ്ഞാലും അവൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അവളെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു പാരൻസിനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന കാര്യം മൈ ഹെൽത്ത് എന്നുള്ളതാണ്. കാരണം ഒരു സമയത്ത് എൻ്റെ ഹെൽത്തൊക്കെ വളരെ മോശമായിട്ടിരുന്നിട്ടുള്ളൊരു സമയമുണ്ട്. അതായത് എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമായിരുന്നു. ഞാൻ ഫുഡ് പോലും കഴിക്കാതിരിക്കുന്ന കുറേ സമയങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ ഞാനിപ്പം കുറച്ച് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. തേർഡ് ആയിട്ട് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത് മൈ സ്റ്റഡീസ് എന്നാണ്. ഞാൻ അങ്ങനെ എഴുതാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും മക്കളെ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ സ്റ്റഡീസിൽ എന്തോരം ഗ്രേറ്റ്ഫുൾ ആണെന്ന്. കാരണം പഠിക്കാൻ പോലും പോകാൻ പറ്റാത്ത കുറേ സാഹചര്യത്തിലിരിക്കുന്ന കുറേ പിള്ളേരെ ഞാൻ കണ്ടു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് സെമ്മിൽ തുടങ്ങിയിട്ട് ഇപ്പം വന്ന് നിൽക്കുന്ന 6th സെമ്മിലാണ്. ഇത്രയും സമയം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫീസ് കാര്യങ്ങൾ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. എഴുതി കൊടുത്തത് എവരിഡേ ഫുഡ് എന്നാണ്. നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്ന ഫുഡ്, അതിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണമല്ലോ. കാരണം ഫുഡും കിട്ടാത്ത കുറേ ആളുകളുണ്ടല്ലോ. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് എഴുതി കൊടുത്തത് സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ എന്നാണ്. അതിലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അങ്ങനെ ഫൈനലി ഞാൻ അതും സ്റ്റാർട്ട് ചെയ്തു. അതിൽ വീഡിയോസ് ഇടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ എഴുതി കൊടുത്തത് ഫോൺ എന്നാണ്. അത് എന്തുകൊണ്ട് അപ്പം ഫോണെന്ന് എഴുതിയത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നു വലിയ ഐഫോൺ ഒന്നും അല്ലെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാകത്തിന് അത്യാവശ്യം നല്ലൊരു ക്യാമറയിൽ ഒരു ഫോണുണ്ട്, അത് മതി എന്ന് എനിക്ക് തോന്നി. സോ അതിലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ലാസ്റ്റ് കോളം ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല. അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു സബ്സ്ക്രൈബേഴ്സിന് കിട്ടുമ്പോഴും സബ്സ്ക്രൈബേഴ്സിന് കൂടുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ നന്മകളായിക്കോട്ടെ വലിയ നന്മകളായിക്കോട്ടെ അതിനെല്ലാം നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.